പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത് പൊത്തോട് വ്ളോഗ്സ് എന്ന എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നങ്ങനെ ഒരു യാത്രയുടെ വീഡിയോസൊന്നും അല്ല കേട്ടോ. നമുക്കറിയാം, എൻ്റെ വീടും ഇവിടുത്തെ പരിസര കാഴ്ചകളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും അതുപോലെ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇടുമ്പോഴാണ് കൂടുതലും നിങ്ങൾ കാണുന്നതും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് വേറെ അങ്ങോട്ടുമല്ല, നമ്മൾ മലമുകളിൽ നിന്നാണ് കേട്ടോ പൈപ്പ് ഇട്ടിരിക്കുന്നത്. പൈപ്പ് എന്ന് പറയുമ്പോൾ ഓസ് എന്ന് പറയും. ഈ ഓസ് മലമുകളിൽ നിന്നിട്ട് നമ്മളെ വീടിൻ്റെ തൊട്ട് മുമ്പിൽ വെള്ളം കൊണ്ടെത്തിക്കും. അപ്പോൾ വേനലാകുമ്പോൾ നമ്മൾ ഈ ഓസ് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വെള്ളം കാണത്തില്ല. ഇപ്പോൾ അത്യാവശ്യം വലിയൊരു മഴ പെയ്തതിന് ശേഷം ഈ ചപ്പും ചവറൊക്കെ വന്ന് ഓസിൻ്റെ മൂട്ടിലിങ്ങനെ അടഞ്ഞിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓസ് ഇട്ടിരിക്കുന്ന സ്ഥലവും അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, വേറൊരു സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റിയൊരു സാഹചര്യമല്ല, അങ്ങനെ പോകാനും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇത്തരം കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുമല്ല, തണ്ണിപ്പാറയുടെ കുഞ്ഞു കാഴ്ചകളും കൂടെ എടുക്കാൻ പറ്റുവാണെങ്കിൽ, അങ്ങോട്ട് പോകാൻ സാധിക്കുവാണെങ്കിൽ ഈ ഒരു കാലാവസ്ഥയിലുള്ള തണ്ണിപ്പാറയുടെ കാഴ്ചകളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കുഞ്ഞു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു കുഞ്ഞു വ്ളോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ടെൻ്റ് അടിച്ച് കിടന്ന സ്ഥലം എന്ന് പറയുന്നത് അവിടെയാണേ. അപ്പോൾ അതിൻ്റെ ഒരു പകൽ കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇന്ന് അത്യാവശ്യം മഴയൊക്കെ പെയ്ത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, മഴ പെയ്തതിന് ശേഷം മൊത്തം ചപ്പുകളൊക്കെ കയറി അടഞ്ഞിട്ടുണ്ടാകും. വെള്ളം കുറച്ചേ വരുന്നുള്ളൂ. അപ്പം മുകളിലേക്ക് പോയി ഒന്ന് ഓസ് നോക്കണം. അപ്പം വീടിൻ്റെ അവിടെ നിന്ന് ഒരു 300-400 മീറ്ററോളം മുകളിലാണ് കേട്ടോ നമ്മൾ ഈ ഓസ് ഇട്ടിരിക്കുന്നത്. ഈ മുന്നിലേക്ക് കിടക്കുന്ന വഴിയെന്ന് പറയുന്നത് ആവിള വഴിയൊക്കെ നമ്മുടെ പൊത്തോട്, ഇറുമ്പിയാട് എന്നിങ്ങനെയുള്ള സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്ന വഴിയാണ്. ഈ രണ്ട് സൈഡിലും നമ്മുടെ വിളയാണ്. ഈ കാണുന്ന വാഴത്തോട്ടം ഉണ്ടല്ലോ സുഹൃത്തുക്കളെ, ഇതാണ് എൻ്റെ വാഴത്തോട്ടം. ഇത് ഞാൻ വെച്ച വാഴത്തോട്ടമാണ്. പക്ഷേ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയാണ് ആന വന്നത്. ഞാൻ അന്ന് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ആന വന്ന് ഇതെല്ലാം വലിച്ചു തിന്നതാണ്. പിന്നെ ഇപ്രാവശ്യം ഇത് കുറച്ച് ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തമില്ല. അത്യാവശ്യം കുലകളൊക്കെ ഉണ്ട്. ഓണമാകുമ്പം കുലകൾ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം ഇത് ഞാൻ നട്ട വാഴ കൃഷിയാണ്. പിന്നെ താഴെയും കുറച്ചുണ്ട്, അവിടെ അമ്മ നട്ടിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ വീടിൻ്റെ അവിടെ കുറച്ച് പുതിയതും വച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സംഗതികളൊക്കെ വളരട്ടെ. ഇന്ന് ഇതിൻ്റെ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് മൊത്തം മ്ലാവും പന്നിയും എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് കയറും. ഇതൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല. കിട്ടിയ കമ്പൊക്കെ വെച്ച് അങ്ങനെ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഇടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ കിടക്കുന്ന ഈ ഒരു ഉൾവഴിയെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ശരിക്കും നമ്മുടെ വിളക്കകത്തൂടെയുള്ളൊരു വഴിയാണ്. നമ്മൾ ഓസ് നോക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലെ വിളയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ പോകുന്ന വഴിയാണ്. ഇത് വിളക്കകത്തൂടെയാണ് കിടക്കുന്നത്. ഒരു ഭാഗത്ത് നമുക്കുള്ള കുറച്ച് കൃഷിയാണ് കേട്ടോ. ഇത് മലയിഞ്ചി ഉണ്ടല്ലോ, കോലഞ്ചി എന്ന് പറയും. ഇടുക്കിയിലൊക്കെ മലയിഞ്ചി എന്നാണ് പറയുന്നത്. മലയിഞ്ചിയുടെ കുറച്ച് കൃഷിയുണ്ട്. പിന്നെ ഇവിടെ മഞ്ഞൾ കൃഷിയുണ്ട്. അപ്പോൾ ഇതിനകത്തൂടെയാണ് നമ്മളുടെ പോക്ക് സുഹൃത്തുക്കളെ. ഓസിൽ വെള്ളമില്ലെന്നറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഇതിലേ വരും. പക്ഷെ ഞാൻ വരില്ല, അമ്മയൊക്കെ ആയിരിക്കും കൂടുതലും പറഞ്ഞത്. പിന്നെ അവർ കുറേ സമയം എന്നെ പള്ളു വിളിക്കുമ്പോൾ ഞാൻ കയറി വരും. നടക്കുന്നതൊക്കെ കാടാണെങ്കിലും ഇതിനകത്തൊക്കെ കൃഷികളുണ്ടായി. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇടയ്ക്ക് കുറച്ച് കവുങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ മറ്റേ നമ്മുടെ കാട്ടുപോത്തും മ്ലാവൊക്കെ ഒന്ന് ഉരച്ച് തീർത്ത്. പിന്നെ അല്ലാതെ നിൽക്കുന്നതൊക്കെയാണ് ഈ കാണുന്ന തൈകളും. പിന്നെ അതിൻ്റെ കുഞ്ഞു കുഞ്ഞ് തൈകളൊക്കെ ഈ നിൽക്കുന്നത്. ഈ കിടക്കുന്ന കണ്ട, ഇത് ശരിക്കും എല്ലാവരും വിചാരിക്കുന്നത് ഏലമാണെന്ന്. ഏലത്തിൻ്റെ കാട്ടിലുള്ളൊരു സംഭവമാണ് കേട്ടോ. കാട്ടേല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ സംഭവമാണ് ഈ കിടക്കുന്നത് മൊത്തം. ഇത് കുറച്ച് മുകളിൽ വരെ നമുക്ക് സ്ഥലമുള്ളൂ. അത് കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ ഈ കാട്ടിനകമൊക്കെ കൊച്ചിൻ്റെയൊക്കെ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് അടിപൊളിയാണ്. ഈ കാട്ടിനകത്ത് കുറച്ച് പാറാക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കാട്ടിനകത്ത്. പിന്നെ ഈ തെളിഞ്ഞ് കിടക്കുന്ന ഏരിയ ഇങ്ങോട്ടാണ് നമ്മുടെ വിള. ഇവിടെ നിന്ന് കയറി ഈ വിളക്കകത്തൂടെ കയറി കുറച്ച് മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓസിട്ടിക്കുന്ന സ്ഥലത്തെത്തും. ഈ സ്ഥലം കാണുമ്പോൾ സിമ്പിളെന്ന് വിചാരിക്കേ, പക്ഷേ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാൻ ശരിക്കും ഡേഞ്ചറാണ്. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വരും. ഇവിടെ മുകളിലൊക്കെ ആന വരും. ഈ വഴി കൂടെയൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ആന വന്ന് പോയത്. ഇപ്പോൾ പിന്നെ ആരും ഇങ്ങോട്ട് വരണില്ല. പണ്ട് അമ്മുമ്മ അവർ മാടമൊക്കെ വെച്ച് കിടന്ന മുകളിലാണ്, ഇവിടെ തൊട്ട് മുകളിലാണേ. ഇപ്പോൾ പിന്നെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറെ ആളിൻ്റെയൊന്നും ഒരു അനക്കവും അല്ലെങ്കിൽ ആളിൻ്റെ ഒരു സാന്നിധ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ ഇപ്പോൾ ഈ ഏരിയയിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇത് തണ്ണിപ്പാറയ്ക്കപ്പുറം കൈതപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്ന് ഇട്ടിരിക്കുന്ന ഒരു ഓസാണ് കേട്ടോ. അതങ്ങനെ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. കണ്ട, ഇവിടെയൊക്കെ മഞ്ഞൾ കൃഷിയാണ്. മഞ്ഞളൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോണ സമയത്ത് നമുക്കിവിടെ കുറേ ദൂരം ഇങ്ങനെ കാണാൻ പറ്റും. ഈ ഭാഗത്ത് കുറേ കവുങ്ങൊക്കെ ഉണ്ടായിരുന്നു അമ്മമ്മയുടെയൊക്കെ. അതൊക്കെ കുറേയൊക്കെ കാട്ടാന വന്ന് തള്ളി തിന്നു കേട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഇവിടെ പോവാം. നമുക്ക് ആദ്യം പോയി ഓസ് നോക്കാം. ഈ വഴിയാണ് കേട്ടോ നമ്മൾ ഓസ് നോക്കാൻ പോകുന്ന വഴി. മഴ പെയ്താൽ ഒന്നും കേൾക്കാൻ പറ്റില്ല.
അതാണ് വേറൊരു വിഷയം. ഞാൻ ഇന്നാൾ വന്നപ്പോൾ ഇവിടത്തേക്ക് കുറച്ച് മരങ്ങളൊക്കെ വെട്ടി താത്തിയിട്ടിട്ടുണ്ട്. കാരണം നമുക്ക് കാണണ്ടേ എന്തെങ്കിലും. അപ്പോൾ അതിന് വേണ്ടി കുറേ ഇങ്ങനെ വെട്ടി മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അത്യാവശ്യം ഇത് ദൂരെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാമല്ലോ, ദൂരെ നിന്ന് കാണാമല്ലോ. അപ്പോൾ അതിനുവേണ്ടി കുറേയൊക്കെ ഇങ്ങനെ വെട്ടി മാറ്റിയിട്ടിട്ടുണ്ട്. ഈ ഒരു പാറ മുകളിലാണേ നമ്മൾ ഓസ് ഇട്ടിക്കുന്നത്. ഇതാ ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ ഒരു പാറ മുകളിൽ ഇതാ ഇവിടെ കണ്ട പൈപ്പ് കിടക്കുന്നത്, ഇതാണ് നമ്മളെ പൈപ്പ്. അപ്പോൾ ഇത് അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അടഞ്ഞതുകൊണ്ട് ഇതൊന്ന് കയറി നോക്കണം. ദൈവമേ, ചറുക്കിപ്പോയാൽ മൊത്തത്തിൽ അങ്ങ് താഴെ കിടക്കും. അപ്പോൾ അതാ ഇവിടെ ഈ ഒരു സൈറ്റിലാണ് നമ്മുടെ കുടിവെള്ള സ്പോട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളമെടുത്ത് പൈപ്പ് വഴി വെള്ളം എത്തിച്ച് വീട്ടിൽ ആവശ്യത്തിനുള്ള വെള്ളമെല്ലാം എടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടുത്തെ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. ഫുള്ള് കാടാണ്, മൊത്തം പുല്ല് കാടാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് തണ്ണിപ്പാറയിലോട്ടൊന്ന് ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ ഇറങ്ങാൻ കേട്ടോ. ഇതെല്ലാം മറ്റേ ഈ കാക്കിളി ഉണ്ടല്ലോ, കാക്കിളി എന്ന് പറഞ്ഞ ചെടിയാണ് ഇതാ ഈ കാണുന്നത്. കണ്ടാ, ഇതെല്ലാം കാക്കിളി ചെടിയാണ്. മൊത്തം ഇങ്ങനെ റൗണ്ടായിട്ട് കാണിച്ചു തരാം. ഇവിടെ മഴ വീണ സമയത്താണെങ്കിൽ ഇവിടെ നിന്ന് ഈ പാറയിൽ കൂടെയൊക്കെ ഭയങ്കരമായിട്ട് വെള്ളച്ചാട്ടം പോലെയൊക്കെ ഒലിച്ചു പോകും കേട്ടോ. ഇവിടെ തൊട്ട് താഴെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇന്ന് അത്യാവശ്യം മഴ പെയ്ത്, എന്നാലും ഇത് എങ്ങനെയോ കയറി അടഞ്ഞു. നമുക്കിനി എന്തായാലും ഇന്ന് ക്ലീൻ ചെയ്ത് വിടാം. പണ്ടൽ പടപ്പുകൾ എന്താ ഇതൊക്കെ ഈ കാക്കിളിക്കായൊക്കെ ഉണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്യും നമ്മൾ. എന്നാലും ഈ കൂടുതൽ വെള്ളം വരുമ്പം ഇത് പിന്നെയും ചീത്തയാവും. ഇതിനകത്ത് എന്തോ കിടക്കുന്നു. ഇത് ശരിയാക്കി ഇട്ടാൽ മതി. വെള്ളം താഴെ ഏതെങ്കിലും ഒരു ഏപ്പും കൂടെ വലിച്ച് ഊരുമ്പോൾ വെള്ളം ക്ലിയറായിട്ട് ചെന്നോളും. ഇവിടെ കണ്ട എല്ലാം കിടക്കണം. മച്ചി വലിച്ച് ഗോപ്രോയുടെ ബാറ്ററി വെള്ളത്തിൽ പോയി, വർക്കായ ഭാഗം. അങ്ങനെ കുളത്തിലെ ചപ്പും ചവറുകളൊക്കെ വാരിക്കളഞ്ഞിട്ട് അവളിനി തിരിച്ചു പോവുകയാണ്. എന്തായാലും ഹോസ്റ്റലിൽ വെള്ളം ചെല്ലും. ഞാൻ അവിടെ തുറന്നു നോക്കി, വേറെ കുഴപ്പമില്ല. ഇവിടെ എവിടെയോ ഒരു ഏപ്പുണ്ട്, അത് നമ്മൾ ഊരി നോക്കുമ്പോൾ അറിയാം കൃത്യമായിട്ട് വെള്ളം ചെല്ലുന്നുണ്ടോ എന്നുള്ളത്. ഈ പാറ ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നതേ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ച് പോകുന്ന ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. ഇവിടെ ഈ ഏരിയ മൊത്തം ഇങ്ങനെ കാക്കിളിയുടെ മരമാണ്. അപ്പോൾ ഇവിടെ വേറെ പ്രത്യേകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരമൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം തണുപ്പുണ്ട്. പിന്നെ ഫുള്ളായിട്ട് ഇതങ്ങ് വറ്റി പോകത്തില്ല കേട്ടോ ഈ ഒരു സ്ഥലം. വെറി അടിക്കുമ്പോഴെങ്കിലും അത്യാവശ്യം ഇങ്ങനെ നൂല് പോലെയെങ്കിലും വെള്ളം നമുക്ക് വീട്ടിൻ്റെ അവിടെ എത്താൻ വേണ്ടി കാണും. പിന്നെ നമ്മൾ ആ ഒരു സമയമാകുമ്പോൾ പിന്നെ ഒരുപാട് താമസിക്കും വെള്ളം എടുക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ ഞങ്ങൾ കിണറ്റിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഇതുവരെ വന്ന സ്ഥിതിക്ക് എന്തായാലും നമുക്കൊന്ന് തണ്ണിപ്പാറ വരെ ഒന്ന് പോയിട്ട് വരാം. തണ്ണിപ്പാറ പോയിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. മഴയാണ്, ഇപ്പം വേറൊന്നുമല്ല, ഈ ആനയും ഒക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ ഏരിയയിലൊക്കെ. അപ്പോൾ അതനുസരിച്ച് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. വെറിയാണെങ്കിൽ ഞാൻ പോകും കേട്ടോ. മഴയാണെങ്കിൽ ഒന്നും കേൾക്കാനൊന്നും പറ്റില്ല. അങ്ങനെ അതിൻ്റെ ഒരു ചെറിയൊരു സീനുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചും കണ്ടും മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ, തണ്ണിപ്പാറയിലോട്ട്. കുറച്ച് ഉൾക്കാട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇതൊക്കെ ഉൾക്കാടുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് കാട്ടുപോത്തൊക്കെ വന്നിട്ട് ഇവിടെ എല്ലാം പുല്ലൊക്കെ ഇങ്ങനെ മേഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം അത്യാവശ്യം വെന്തൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടേ. ഒരുപാട് ദൂരം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സമയത്ത് ഞാൻ മുന്നോട്ട് നടക്കുന്നത്. കാരണം വെയിലുമില്ല, വെട്ടവുമില്ല, ഇരുണ്ടൊരവസ്ഥ. ഞാനൊരു പാറ മുകളിൽ കയറി നിൽക്കുകയാണേ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ദൂരമൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെ നോക്കിയിട്ടേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ഒരു സ്ഥലം കണ്ടോ, ഇവിടെയൊക്കെയാണ് നമ്മുടെ അവിടെ നിന്ന് അമ്മയൊക്കെ വിറകൊക്കെ വെട്ടാൻ വേണ്ടി വരുന്നത്. ഞാൻ ശരിക്കും ഞാൻ ഇടയ്ക്കൊക്കെ വരാറുള്ളൂ, ഞാൻ ഉള്ള കാര്യം പറയാമല്ല, ഞാൻ ഇടയ്ക്കൊക്കെ വരാറുള്ളൂ. ഇനി ഇവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് ഇത് അങ്ങ് പോകണം. അപ്പുറത്തൊരു സ്ഥലമുണ്ട്, അവിടെയാണ് തണ്ണിപ്പാറ. അപ്പോൾ തണ്ണിപ്പാറയിലേക്ക് നമ്മൾ പോകുന്ന സ്ഥലങ്ങളുടെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇപ്പം പാറകളും മരങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ പുല്ല് തീർത്ത് കിടക്കുന്നതുകൊണ്ടേ ഈ പോത്തുണ്ടല്ലോ, കാട്ടുപോത്ത് വരാൻ ഭയങ്കര സാധ്യതയാണ്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയാണ് ഈ കാണുന്നത്. ഇത് തണ്ണിപ്പാറയ്ക്ക് കുറച്ച് ഇപ്പുറമുള്ളൊരു സ്ഥലമാണ്. വന്ന സ്ഥിതിക്ക് എന്തായാലും നമുക്ക് തണ്ണിപ്പാറ എത്തിയിട്ട് തന്നെ ബാക്കി കാര്യം. ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്.
വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം സീനാണ് ഈ സ്ഥലങ്ങളൊക്കെ. ആന, കാട്ടുപോത്ത് ഒന്നും പറയണ്ട. നമുക്ക് അലച്ച് വിളിച്ച് പോകാനും പറ്റില്ല ഇങ്ങോട്ട്. പിന്നെ പുല്ലും കാടൊക്കെ നോക്കി പോയില്ലെങ്കിൽ ഇപ്പോഴത്തെ സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ കടന്തകൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് ഒരു പിടുത്തവുമില്ല. ചേർമോട്ടൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം മഞ്ഞുണ്ട് കേട്ടോ. ഭയങ്കര വലിയ തെളിച്ചൊന്നുമില്ല, അത്യാവശ്യം മഞ്ഞുമുണ്ട്. കുറച്ച് സമയം നമ്മളിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴുണ്ടല്ലോ, തണ്ണിപ്പാറ എന്ന് പറയുന്ന ഈ ഒരു പാറയിലെ കാഴ്ചകളെന്ന് പറയുന്നത് അതിമനോഹരമാണ്. അപ്പോൾ ഒരുപാട് എപ്പിസോഡുകൾ നമ്മൾ തണ്ണിപ്പാറേനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എന്നാൽ പിന്നെ ഈ ഒരെണ്ണം കൂടെ കിടക്കട്ടെ. ഇതിനകത്ത് വേറൊരു കണ്ടൻറ്റും കൂടെ ഉണ്ടല്ലോ. കുറച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ കിട്ടുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. അങ്ങോട്ടുള്ള പൊന്മുടി മലനിരകളും പിന്നെ ഇങ്ങനെ മുകളിലോട്ടുള്ള കാഴ്ചകളും ഒക്കെ കാണാൻ അടിപൊളിയാണ്. ഇതെങ്ങോട്ടൊക്കെ കണ്ട ഭയങ്കര രസമാണ് ഈ തണ്ണിപ്പാറ കാണാനായിട്ട്. പുതിയ ക്യാമറ മേടിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ഇങ്ങനൊരു വ്ളോഗ് ചെയ്യാനായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കാഴ്ച കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഗോപ്രോയുടെ ഹീറോ 13 വീഡിയോ ക്വാളിറ്റിയും സ്റ്റെബിലൈസേഷനൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് 4K 60 FPS 60 FPS ലൈനിയർ എന്ന് പറഞ്ഞൊരു മോഡലിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഷോട്ട് എടുക്കുന്നത്. ഏകദേശം 40 സെൻറ്റ്, ഏകദേശം ഒരു 40-50 സെൻറ്റോളം വരുന്നൊരു പാറയാണ് കേട്ടോ ഈ കാണുന്ന തണ്ണിപ്പാറ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സ്ഥലം ഇത്രയേ ഉള്ളൂ എങ്കിലും ഇവിടെ നിന്ന് കാണുന്ന ഭംഗി എന്ന് പറയുന്നത് എൻ്റെ പറയാൻ വയ്യ. കാരണം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പാറയ്ക്ക് മുകളിൽ ഈ കിടക്കുന്ന പച്ചപ്പ് കണ്ട, അത് ഭയങ്കര രസമാണ് ഇവിടെ വന്ന് കാണാനായിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ വീട്ടിലിടയ്ക്ക് ഇരുന്ന് ബോറടിക്കുന്ന ദിവസം ഞാൻ ഈ പാറയിൽ വന്നിരിക്കും കേട്ടോ. ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പോൾ വരുന്ന പോലെ തന്നെ ഇവിടുത്തെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയി ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇവിടെ വന്നിരുന്നാൽ നമുക്ക് കുറേ ചീവീടിൻ്റെ ശബ്ദങ്ങളും പിന്നെ മലയിൽ വെള്ളം ഉരയ്ക്കുന്നതിൻ്റെ ശബ്ദങ്ങളും അതൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വേറെ വണ്ടിയുടെയും വാഹനത്തിൻ്റെ ഒന്നും ശബ്ദം കേൾക്കാൻ പറ്റില്ല. പിന്നെ ഈ ചെന്നൈയിലേക്ക് പോകുന്ന വിമാനങ്ങൾ ഇടയ്ക്കൊക്കെ പോകും, അതിൻ്റെ ശബ്ദങ്ങളും കേൾക്കാൻ വേണ്ടി പറ്റും. ക്യാമറയിൽ ഫോഗ് അടിച്ചിട്ടുണ്ട്, എന്നാലും ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഹൈപ്പർ വ്യൂ മോഡലിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ കണ്ടു, ഇതെല്ലാം അത്യാവശ്യം നമുക്ക് അടുപ്പിച്ച് കാണാൻ പറ്റും. ഈ കാണുന്ന പുല്ലുമേടുകളൊക്കെ, മരങ്ങളൊക്കെ വളഞ്ഞാണ് നിൽക്കുന്നത്. ഇത് ഫ്ലൈറ്റ് വരണം, ഫ്ലൈറ്റ് അതാ പോണം മഴ മുഴക്കി വേഴാമ്പൽ കണ്ടാ കണ്ട ഭയങ്കര ശബ്ദമാണ് ഈ പുള്ളിക്കാരൻ. നമ്മൾ വിചാരിക്കുന്ന ആളേ അല്ല, ചെറിയൊരു ഫ്ലൈറ്റ് തന്നെ കേട്ടോ അത്. ഞാനിവിടെ ഒന്ന് നിശബ്ദമായിട്ട് നിൽക്കാം, എന്നിട്ട് ഇവിടുത്തെ എല്ലാ കാഴ്ചകളും ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ഒന്ന് സൈലൻ്റായിട്ട് നിന്നിട്ട് ഇവിടുത്തെ ശബ്ദങ്ങളും അതുപോലെ ഇവിടുത്തെ കാഴ്ചകളും ഒന്ന് നിങ്ങൾ കണ്ടിട്ട് വരും സുഹൃത്തുക്കളെ. ആവശ്യം മഴയടിക്കുന്നുണ്ടേ, നല്ല രസം കേട്ടോ. മഴയും അതുപോലെ ചെറിയ ചെറിയ കോടമഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഓസിടാൻ വന്നിട്ട് ഇപ്പം തണ്ണിപ്പാറയിലെത്തി ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ചീർമോട്ടയൊക്കെ കയറി മൂടുന്നു കേട്ടോ. അങ്ങോട്ടുള്ള മലകളൊക്കെ കണ്ടോ, കയറി ഇങ്ങനെ മൂടുകയാണ്. അപ്പം അത്രയ്ക്കും മഞ്ഞൊക്കെ ഇങ്ങനെ അടിച്ച് വരുവാണേ. അപ്പം നമുക്കെന്തായാലും ഈ മുകളിലോട്ടുള്ള ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ വേറെ ഒന്നും എടുത്തില്ല കേട്ടോ, ക്യാമറയ്ക്ക് പുറത്ത് കുടയൊന്നും എടുത്തില്ല. ഇത് അടിപൊളി മഴ പെയ്യുന്നുണ്ടേ, നല്ല രസം കേട്ടോ മഴ പെയ്തപ്പോൾ. ചീർമോട്ടയൊക്കെ ഇങ്ങനെ ജസ്റ്റ് കണ്ട മഴയടിച്ച ആ ഒരു സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ മഞ്ഞും അതുപോലെ മഴയും പിന്നെ കാലാവസ്ഥകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനങ്ങളും ഒക്കെ വേഗം തന്നെ ഇങ്ങനെ മാറി വരും കേട്ടോ. അതാണ് നമ്മുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെയാണ് കേട്ടോ. ഏറ്റവും കൂടുതലും അഗസ്ത്യാർ റോഡ് നേരത്തെ കുറച്ച് തെളിഞ്ഞിരുന്നതാണ്, ഇപ്പോൾ അതും കാണുന്നില്ല കേട്ടോ. ക്യാമറയിൽ വെള്ളം അടിച്ച് തുടങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ തണ്ണിപ്പാറ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള പാറ അപ്പോൾ എപ്പോഴും നിങ്ങളൊന്ന് കാണിച്ചു തരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു സ്ഥലമാണ് ഈ തണ്ണിപ്പാറ എന്ന് പറയുന്നത്. കാരണം പല കാലാവസ്ഥയിലും ഈ ഒരു തണ്ണിപ്പാറ എന്ന് പറയുന്ന പാറയ്ക്ക് പല മാറ്റങ്ങളാണ്. കാലാവസ്ഥകൾക്കനുസരിച്ച് പ്രകൃതിക്ക് പല മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. കാലാവസ്ഥ വ്യതിയാനങ്ങളനുസരിച്ച് പ്രകൃതിക്കും ഓരോ വ്യതിയാനങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പം അതിനൊരു ഉദാഹരണമാണ് കേട്ടോ തണ്ണിപ്പാറ എന്ന് പറയുന്നത്. നിങ്ങൾ പല കാലാവസ്ഥയിൽ തണ്ണിപ്പാറേനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത് ഓഗസ്റ്റ് മാസത്തൊരു കാലാവസ്ഥയിലുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്.
അപ്പം ഈ ഒരു മാസമാണ് ശരിക്കും ഈ വൈൽഡ് ലൈഫ് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറൽ വിഷ്വൽസൊക്കെ നല്ല പച്ചപ്പോടുകൂടിയും അതുപോലെ ഭംഗിയോടും കൂടെയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കാലം എന്ന് പറയുന്നത് ഈ സമയമാണ് കേട്ടോ. ഈ ഒരു ആഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒക്ടോബറിനകത്ത് ആ ഒരു സമയം. മഴയില്ലെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ മഴയില്ലാതെ ഒരാഴ്ച പറിച്ച് നിന്നാൽ ഈ കാലാവസ്ഥയൊന്നും കാണൂല, മൊത്തം പോവും, മൊത്തം വരണ്ടുണങ്ങും. വീഡിയോ കാണുന്ന പലർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ തണ്ണിപ്പാറ എന്ന് പറയുന്നത്. അഥവാ നമ്മുടെ സുഹൃത്തുക്കൾ ആരെയെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പാറ മാത്രമേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ. നേരിട്ട് ആരെങ്കിലുമൊക്കെ ചിലപ്പം ഏതെങ്കിലും സാഹചര്യത്തിൽ വരാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാറ മാത്രം കൊണ്ട് കാണിച്ചു കൊടുക്കും. കാരണം ഇത് നമ്മുടെ വിളയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. ഇത് റിസർവ് ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെടുന്നൊരു സ്ഥലമല്ല. അപ്പോൾ നമ്മുടെ വിളയ്ക്ക് തൊട്ടടുത്തായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയും ഈ ഒരു സ്ഥലത്ത് വന്ന് ഇവിടെ അത്യാവശ്യം ഇരുന്ന് എന്തെങ്കിലും ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വെച്ച് കഴിച്ച് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ കേട്ടോ. അപ്പം അങ്ങനെ ഒരു പാറയാണ് നമ്മുടെ തണ്ണിപ്പാറ. പ്രധാനമായിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു കുഞ്ഞ് കാഴ്ചയും കൂടെ കണ്ടാലോ. ഞാൻ സംസാരിക്കില്ല എന്തായാലും, എൻ്റെ ശബ്ദം വേണ്ട. അങ്ങനെ തണ്ണിപ്പാറയിൽ വന്നിട്ട് ഇവിടുത്തെ കുഞ്ഞു കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അപശബ്ദമില്ലാത്ത കുറച്ച് നാച്ചുറൽ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഫുള്ളും എൻ്റെ സൗണ്ടാണ്, അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നാച്ചുറൽ സൗണ്ടും. അപ്പോൾ ഞാനിനി പോവുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഓസ് നോക്കാൻ വന്നതിന് ശേഷം നമ്മളങ്ങനെ തണ്ണിപ്പാറയിലും വന്ന് ഇവിടുത്തെ ഒരു കുഞ്ഞു കാഴ്ചയും കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും തണ്ണിപ്പാറയിലേക്ക് വരുന്നതാണ്, ഇവിടുത്തെ കാഴ്ചകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചും തരുന്നതാണ്. അപ്പോൾ ഇന്നും നമ്മളങ്ങനെ തണ്ണിപ്പാറയിലെ കുഞ്ഞു കാഴ്ചകളും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറെ സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഓസുമൊക്കെ വന്നപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഈ ഒരു കുഞ്ഞു വീഡിയോ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ 50-ാം വാർഷികം തികയുന്നത്, അതായത് ആദിവാസി ദിനാചരണം, ലോക ആദിവാസി ദിനത്തിൻ്റെ അന്ന് നമ്മൾ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു ഇഞ്ചക്ഷൻ അങ്ങനെ എടുക്കാൻ വേണ്ടി ഞാൻ പോയി. പിന്നെ അല്ലാതെ പരിപാടിക്കും എനിക്ക് പങ്കെടുക്കേണ്ട ഉണ്ടായിരുന്നു, അങ്ങനെ ഞാൻ പോയി. അപ്പോൾ നമ്മൾ പരിപാടിക്ക് പോയതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ച് 2-3 ചേച്ചിമാരെയൊക്കെ കണ്ടു, നമ്മളെ വീഡിയോ കാണുന്ന ചേച്ചിമാരെയൊക്കെ. അപ്പോൾ അവരുടെ അടുത്ത് ഇങ്ങനെ കണ്ടു. നമ്മൾ തിരക്കിൻ്റെ ഇടയിലായതുകൊണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. അങ്ങനെ 2-3 ചേച്ചിമാരെ കണ്ടു, ഒരുപാട് സന്തോഷം. പിന്നെ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം കനകക്കുന്ന് കൊട്ടാരം ഉണ്ടല്ലോ, തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ അവിടെ പോയപ്പോഴേ ഞാനത് കണ്ടിട്ടൊന്നുമില്ല. അവിടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രോഗ്രാം. അപ്പം അവിടെ ഇങ്ങനെ കയറിപ്പോയ സമയത്ത് ഒരു ചേച്ചി നോക്കിയപ്പോൾ എന്നെ കണ്ടിങ്ങനെ ചിരിക്കുന്നു. ഞാൻ വിചാരിച്ച് ചിലപ്പം ആ ചേച്ചിയും ചേട്ടനും കൂടെ ഫോട്ടോ എടുത്തുകൊണ്ട് ഞാൻ വിചാരിച്ചു വല്ല ഫോട്ടോ എടുത്ത് കൊടുക്കാനോ വല്ലതും ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, സജിത്തല്ലേ, വീഡിയോസൊക്കെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞതുപോലെ ചേച്ചി ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമായിട്ടാണ് പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇറങ്ങിയപ്പം കുറച്ച് പേരൊക്കെ നമ്മളെ കാണുന്നതും അതുപോലെ എനിക്ക് അവരെ കണ്ട് സംസാരിക്കാൻ പറ്റുന്നതൊക്കെ, അതൊക്കെ ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അഥവാ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ അടുത്തൊന്ന് സംസാരിക്കുക. എനിക്ക് അറിയാൻ പറ്റത്തില്ല ആരാണ്. വീഡിയോസ് കാണുന്ന ഒരുപാട് പേരുണ്ടല്ലോ, നമുക്കറിയാം 20,000 പേരിലധികം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്ര ആൾക്കാരെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റത്തില്ല. DP ഒക്കെ വെച്ച് കമൻ്റ് ഇടുന്നവരെയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, നമ്മൾ കയറി ചാനലൊക്കെ ഉണ്ടെങ്കിൽ കയറി നോക്കും. അപ്പോൾ ഫോട്ടോ ഒക്കെ കാണാൻ മനസ്സിലാവും. എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാനും അവരുമായിട്ട് സംസാരിക്കാനൊക്കെ പറ്റും. അപ്പോൾ തൃശ്ശൂർ ഗുരുവായൂർ എന്നുള്ളൊരു ചേച്ചി കേട്ടോ. ആ ചേച്ചി പറഞ്ഞ് എൻ്റെ നാട് ഇവിടെ, ഞാൻ പറഞ്ഞ് അവിടെ നിന്ന് ഒരു 48 കിലോമീറ്ററോളം ഉണ്ടെന്ന് പറഞ്ഞു കോട്ടൂരേക്ക്. അപ്പം ആ ചേച്ചിയും ആ ചേച്ചിയുടെ ഭർത്താവും കൂടെ ഇവിടെ തിരുവനന്തപുരമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഗുരുവായൂരുള്ള വന്ദന എന്നാണ് ചേച്ചിയുടെ പേര് കേട്ടോ. അങ്ങനെ ചേച്ചീനെ കണ്ടു, സംസാരിച്ചു, ഒരുപാട് സന്തോഷം. പിന്നെ ബാക്കിയുള്ളവരെ ശരിക്കും ഈ പരിപാടിയുടെ ഇടയ്ക്ക് ആയതുകൊണ്ട് പേര് ചോദിക്കാനും അങ്ങനെ അവരുമായിട്ടൊന്നും കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റില്ല. കൈയെടുത്ത് കാണിച്ചു. പിന്നെ അവരെടുത്ത് ശരി ചേച്ചി എന്ന് പറഞ്ഞ് അവർ ഇങ്ങനെ വരി ഇങ്ങനെ ക്യൂ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാർ നടന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ അവർ നടക്കണം. ഇങ്ങനെ കൈ കാണിച്ച് ഞാൻ പോകണമെന്ന് ആ ചേച്ചി അവർ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെടുത്ത് കൈയും കാണിച്ചു കേട്ടോ. അങ്ങനെ നേരിട്ട് അവരെടുത്ത് സംസാരിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അവരെ കണ്ടതുമില്ല അതിൻ്റെ ഇടയ്ക്ക്. 10,000 4,500 ആൾക്കാരുടെ ഇടയ്ക്ക് പിന്നെ നമുക്ക് അവരെ കണ്ടുപിടിക്കാനും പറ്റിയില്ല. അപ്പം അങ്ങനെ
ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം നിങ്ങൾ തരുന്നൊരു സപ്പോർട്ടും നിങ്ങൾ തരുന്ന സ്നേഹവും അതെല്ലാം കൊണ്ട് മാത്രമാണ് നമ്മളെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ആരെങ്കിലുമൊക്കെ കാണുന്നത് നമ്മളടുത്ത് ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നത്. അതെല്ലാം ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത് നല്ല എപ്പിസോഡുകൾ വരും. അപ്പം വെറുതെ വീട്ടിലിങ്ങനെ ഇരുന്നപ്പം ഓസ് നോക്കാൻ വേണ്ടി വന്നു. അപ്പം ഇങ്ങനെ ഈ ഒരു കുഞ്ഞു വീഡിയോ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. ഉൾഗ്രാമങ്ങളുടെ കാഴ്ചകളാണല്ലോ നമ്മൾ കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഗ്രാമങ്ങളിലൂടെ തന്നെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഉൾഗ്രാമങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാമെങ്കിൽ ആരും എത്തിപ്പെടാത്ത ഗ്രാമങ്ങളിലേക്കൊക്കെ എത്തിപ്പെട്ടിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളും ഒക്കെ മുൻനിർത്തിയാണ് നമ്മൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പിന്നെ അതോടൊപ്പം കാട്ടിലെ കാഴ്ചകൾ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമുക്കറിയാമല്ലോ ഈ യാത്രകൾ അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗൊക്കെ നമ്മൾ എടുക്കാൻ പോകുമ്പം പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പൈസ തന്നെയാണ്. നമ്മൾ ഒരു ദിവസം ഒരു വീഡിയോസ് എടുക്കാൻ പോകണമെങ്കിൽ വണ്ടിക്ക് പെട്രോള്, നമ്മുടെ ഫുഡ്, എല്ലാ കാര്യങ്ങളും കൂടെ വെച്ച് നോക്കുമ്പം സീനാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ വർക്കിനൊക്കെ പോയി അല്ലാതെ പൈസയൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഓരോ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം വേറെ ഇതിനകത്ത് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ചാനൽ വ്യൂസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. എന്നാലും മാക്സിമം നമ്മൾ വീഡിയോസ് ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്നുകൊണ്ട് ഇടാനായിട്ട് ശ്രമിക്കും. അതുപോലെ ലോങ് യാത്രകൾ തമിഴ്നാടൊക്കെ ഒന്ന് കയറി പിടിച്ച് അവിടുത്തെ കുറച്ച് ഉൾഗ്രാമങ്ങളിലോട്ടൊക്കെ പോകണമെന്നൊക്കെ ഉണ്ട്. അപ്പം പറ്റുവാണെങ്കിൽ നമുക്ക് അത് അങ്ങനെയൊക്കെ വല്ലതുമൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഇവിടുത്തെ കാഴ്ചകളൊക്കെ എടുത്ത് മാക്സിമം ഒരുപാട് ചാനലിന് ഗ്യാപ്പ് വരാതെ നമ്മൾ മുന്നോട്ട് പോവുക, അതേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.